ഗൈസ്, അപ്പോൾ എന്നോട് പല പേരും ചോദിച്ചിട്ടുണ്ട്, എന്താണ് നീ വീഡിയോ ഒന്നും ഇടാത്തത്, നീ പോണ സ്ഥലത്തിൻ്റെ വീഡിയോസ് ഒന്നും കാണാനില്ലല്ലോ, ഒന്നും കാണാനില്ലല്ലോ. എടാ, എനിക്ക് നല്ല നല്ല അനുഭവങ്ങളൊന്നും എവിടെ നിന്നും കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുമ്പോഴാണ് ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടി കൊടുത്തുനിന്ന് എനിക്ക് ഇടാനുള്ള ഒരു ടൈമും കിട്ടിയിട്ടില്ല, റേഞ്ച് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഭവമാണ് ഡൽഹിയിൽ നിന്ന്. ഡൽഹിയിൽ നിന്ന് ഞാനങ്ങനെ മറ്റേ ദർഗ പോയി, നിസാമുദ്ദീൻ ദർഗ. അവിടെ പോയേക്ക് എനിക്ക് എൻ്റെ ഫണ്ടുണ്ട്, എന്നാലും വലിയ ഫണ്ടൊന്നുമില്ല. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് റൂം എടുക്കാനുള്ള ഫണ്ടും ഇല്ലാത്തതുകൊണ്ട് നേരെ അവിടെ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് അവസാനം ഒരു ചങ്ങായി വീട് തന്നു, താമസിക്കാനുള്ള ഒരു സൗകര്യം തന്നു. ഞാൻ അവിടുത്തെ കുട്ടികളെ ഫോട്ടോസൊക്കെ കാണിക്കാം. കിട്ടിയ വീട്ടിലെ കുട്ടികൾ വന്ന് എനിക്ക് വഴി കാണിച്ചു തന്നു. അങ്ങനെ അവരുടെ വീട്ടിലെത്തി. ഒരു തട്ടിക്കൂട്ട് സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ വിരിക്കാനുള്ളതും എല്ലാം എടുത്ത് അവിടുത്തെ ചെറിയ കുട്ടി വന്ന് പിന്നെ അതെല്ലാം വിരിച്ച് വൃത്തിയാക്കി. അന്നത്തെ രാത്രിക്കത്തെ ഫുഡ് അവിടുത്തെ വീട്ടുകാരെ വകയായിരുന്നു. ഡൽഹിയിലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളിലൊന്നായ സരോജിനി മാർക്കറ്റിലോട്ട് പിന്നെ അവിടെ നിന്ന് ഒരു പോക്കായിരുന്നു. എല്ലാത്തിനും അതിൻ്റേതായ ഒരു മാന്യമായ റേറ്റ് കുറച്ചിട്ട് അവരിട്ടിട്ടുണ്ട്. ഒരു കടക്കാരൻ ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്നത് കണ്ടേക്ക് എന്നോട് പറഞ്ഞു, വ്ളോഗറാണോ ചോദിച്ചു. അതേ എന്നും പറഞ്ഞ്. അപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ കടയുടെ വ്ളോഗ് എടുക്കുന്നു. അപ്പോൾ ആളുടെ കടയുടെ വ്ളോഗ് എടുത്തേക്ക് ആൾ ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും 600 റുപ്യക്ക് ഫാൻ്റെന്ന്. എനിക്കും ഭയങ്കര പൊലിവായി. പിന്നെ മൂപ്പരാളുടെ വക ഒരു ചായയും കിട്ടി. യൂട്യൂബ് തുടങ്ങിയിട്ട് എന്ത് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേത് ചായ കിട്ടിയതെന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഡൽഹിയിൽ നിന്ന് വിട പറയാൻ നേരത്ത് ആ കുട്ടികൾക്ക് ഇച്ചു സ്പോൺസർ ചെയ്ത മുട്ടായും കൊടുത്ത് അവരെ പിന്നാലെ കുറച്ച് ഫോട്ടോസ് എടുത്ത് അവർക്കും ഫോട്ടോസ് എടുത്ത് കൊടുത്ത് താമസിക്കാനുള്ളൊരു വീട് തന്നു, ഫുഡ് തന്നു. അങ്ങനെ 1.5 ദിവസത്തോളം ഞാൻ അവിടെ സ്റ്റേ അടിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയല്ലേ. അവിടെ നിന്ന് നേരെ അങ്ങനെ കള്ളവണ്ടി കയറി നേരെ രാജസ്ഥാനിൽ പോയിട്ട് അവിടുന്ന് മറ്റേ അജ്മീർ പോയി. അജ്മീർ പോയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം പോണ്. ഒരുപാട് ചെറുപ്പകാലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട് അജ്മീറിനെ കുറിച്ച്. കേട്ട കഥകളും ഞാൻ കണ്ട കഥകളും ഒരുപാട് വ്യത്യസ്തമായിരുന്നു. കാരണം ഞാനവിടെ പോയി അജ്മീറിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ചെരുപ്പ് അവിടെ ഊരിടണം. അതിൻ്റെ ഉള്ളിൽ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുന്നതിനുണ്ട്, മക്കാമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ചെരുപ്പ് അവിടെ പുറത്ത് ഊരണം. ചെരുപ്പ് അവിടെ പുറത്ത് ഊരിട്ടതേ ഓർമ്മയുള്ളൂ. തിരിച്ച് വന്നേക്ക് ചെരുപ്പ് അവിടെ കാണാനില്ല. നല്ല കഥ. ചെരുപ്പ് പോയി. പിന്നെ അങ്ങനെ ഒരു വെയിലത്തൂടെ നടന്ന് വീണ്ടും ഞാൻ റൂമിലെത്തി. കാരണം അവിടെ ഞാൻ റൂം എടുത്ത് ചീപ്പ് റേറ്റിന് റൂം എടുത്ത് രാജസ്ഥാനിൽ. എന്നിട്ട് അവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നേരെ ഞാൻ പോകുന്നത്, പിന്നെ അവിടുന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളും വാങ്ങിയിട്ട് ഞാൻ നേരെ അവിടുന്ന് പഞ്ചാബിലോട്ട് ട്രെയിൻ കയറി. അങ്ങനെ അമിത്സാർ അവിടെ വന്നിറങ്ങിയിട്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, ഇത്രയും കാര്യങ്ങളൊന്നും അറിയാണ്ട് വെറും മലയാളം മാത്രം പിടിച്ചിക്കാണ്ട് ഞാൻ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെയാണ് പോരുന്നത്. അങ്ങനെ ഞാനിവിടെ പഞ്ചാബിൽ നിന്ന് അങ്ങനെ എവിടെ ഫ്രീ ഫുഡ് കിട്ടുക, എവിടെ ഫ്രീ സ്റ്റേ കിട്ടുക എന്നൊക്കെ നോക്കി അങ്ങനെ നടന്ന് ഒരു ഗുരുദ്വാര, ഗോൾഡൻ ടെമ്പിൾ അറിയപ്പെടുന്ന ഗുരുദ്വാര, ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയപ്പെടുന്നത് ഗുരുദ്വാര. നമ്മളെ ഏരിയക്ക് അങ്ങോട്ട് ഡൽഹി ആ ഭാഗത്തൊക്കെയാണ് അങ്ങനെ പറയുന്നത് തോന്നുന്നു. ഇവിടെ ഗോൾഡൻ ടെമ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗോൾഡൻ ടെമ്പിളിലെത്തി. അവിടെ എത്തി എനിക്ക് നല്ല 3 സുഹൃത്തുക്കളെ കിട്ടി. അതും മലയാളീസ്, കണ്ണൂരുകാർ, 2 കണ്ണൂർ, 1 കോഴിക്കോട്, അങ്ങനെയുള്ള കമ്പനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ പിന്നെ ഏതായാലും എനിക്ക് പ്ലാനൊന്നും ഇല്ല, എങ്ങോട്ടോ പോകേണ്ടത്, എപ്പോഴാണ് പോകേണ്ടത്, ഏത് സമയത്താണ് പോകേണ്ടത്, ഏത് ബസ്സിനാണ് കയറേണ്ടത്, എങ്ങനെ ഒരു പ്ലാനും ഇല്ല. 10 പൈസയില്ല. എല്ലാ പൈസ ഒക്കെ തീർന്നു. സാധനങ്ങളും മറ്റേ ടെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പൈസയും തീർന്നു. ഇനി 2000 റുപ്യ ചില്ലറയും കജ്ജി പിടിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെ ഇവരെ പിന്നാലെ ഞാൻ പരിചയപ്പെട്ട് ഇവരൊപ്പം ചെന്ന് മറ്റേ ടെമ്പിളിൽ കയറിയിട്ട് അവിടെ ഗുരുദ്വാര കയറി ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളിയാണ്, ഒന്നും പറയില്ല. നിങ്ങൾ ആരെങ്കിലും പഞ്ചാബ് പോകുന്നുണ്ടെങ്കിൽ സ്റ്റേയും ഫുഡിൻ്റെ കാര്യം ആരും വെറിയിടാനായിട്ട് ഗോൾഡൻ ടെമ്പിളിൽ ചെല്ലുക. കാരണം അവിടെ നല്ല മനുഷ്യന്മാരാണ്, നല്ല സ്നേഹത്തോടെ തരുന്നത്. അപ്പോൾ ലഗേജ് വെക്കാൻ ഇനി പ്രത്യേകിച്ച് പൈസ കൊടുക്കണമെന്നൊക്കെ ഞാൻ ചോദിച്ചു. കാരണം ലഗേജ് നമ്മളെ വലിയ ലഗേജാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതവിടെ സൈഡ് വെക്കണം എന്നുണ്ടെങ്കിൽ പൈസയുടെ ആവശ്യമൊന്നുമില്ല. നമുക്കവിടെ കൊണ്ടുപോയി സ്റ്റേ വെച്ച് കഴിഞ്ഞാൽ അവർ ടോക്കൺ തരും. ആ ടോക്കൺ വാങ്ങിച്ച് അതിന് ലഗേജ് അവിടെ വെച്ചു, ഷൂ ഊരിയിട്ട്. എന്നിട്ട് പിന്നെ ടെമ്പിളിലോട്ട് കയറി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇവരായിട്ട് സംസാരിച്ച്. ഇവർ 3 ചെറുക്കന്മാരുണ്ട്. ഇവർ ഇവിടെ
ഇവര് ഇതൊക്കെ എടുത്ത് വന്നതാണ്, പാക്കേജ് എടുത്ത് വന്നതാണ്. അപ്പോൾ ഇവർ ട്രക്കിങ്ങിന് പോകുന്നത് ഒരു പാക്കേജ് എടുത്തിട്ടാണ്, അതുവരെ ഇവർ ഒറ്റ സിംഗിളായിട്ട് വന്നതാണ്. അപ്പോൾ ഇവരെ പിന്നാലെ ഞാൻ അങ്ങോട്ട് കൂടി. അങ്ങനെ കൂടിയിട്ട് ഇന്ന് 2 ദിവസത്തോളം ഇവരെ പിന്നാലെ കൂടിയിട്ട് അങ്ങനെ അവിടുന്ന് ഇവരെ പിന്നാലെ വാഗാ ബോർഡർ പോയി. പഞ്ചാബിൽ നിന്ന് വാഗാ ബോർഡർ പോയി. വാഗാ ബോർഡർ ഒന്നും പറയാനില്ല, എല്ലാവരും പോകണം. പക്ഷേ ഗേറ്റ് തുറക്കുന്നൊക്കെ കരുതി, പാകിസ്ഥാൻ ഇന്ത്യൻ ബോർഡർ ഗേറ്റ് തുറക്കുന്നൊക്കെ കരുതി. പക്ഷേ എന്നെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഗേറ്റ് ഒന്നും തുറന്നില്ല. ഗേറ്റ് തുറക്കുന്ന അതൊന്നും കാണാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഇവരെ പിന്നാലെ തന്നെ റിട്ടേൺ തിരിച്ചും അങ്ങനെ ഇവരായിട്ട് നല്ല കമ്പനിയായി. അങ്ങനെ ഇവരപ്പം ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. കറക്റ്റ് ഒരു ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ കാണാത്തവരാണ്, ലൈഫിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. അങ്ങനെ ഞാൻ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് കസോളിലാണ്. ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ കസോളിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ കസോളിലെത്തി ഇവിടെ ഒരു ചീപ്പ് റൂം കിട്ടി. ഇവന്മാരെ വകയാണ് എനിക്ക് റൂമും കാര്യങ്ങളൊക്കെ തന്ന്. ഇവന്മാരെ വക റൂം കിട്ടി. അങ്ങനെ റൂമിൽ നിൽക്കുകയാണ്. റൂമെന്ന് പറഞ്ഞാൽ അത്ര വലിയ റൂമൊന്നുമല്ല, ഇതാ ഇങ്ങനത്തെ ഒരു സ്റ്റേ പരിപാടിയൊക്കെയാണ്, തട്ടിക്കൂട്ട് പരിപാടിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നിന്നു. ഞാൻ അവന്മാരെ കൂടെ ചായയൊക്കെ ഉണ്ടാക്കി, ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. ഇപ്പോൾ സമയം നേരം 5 മണിയൊക്കെ ആയിക്കോളും. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കണം. നല്ല തണുപ്പുണ്ട്, ഒന്നും പറയില്ല. ഇനി നാളെ എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ എനിക്കൊരു പിടിയില്ല. ഇവന്മാർ പോകണത് എങ്ങോട്ടാണോ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുകയാണ്. പൈസ എൻ്റെ ഒരു കയ്യിലില്ല ചിലവാക്കാൻ, കഴിക്കാൻ പൈസ ഇല്ല, കഴിക്കാൻ ഫുഡില്ല. ഫുഡുള്ളത് കയ്യിലുള്ളതുണ്ട്, ഓട്സ്, അരി, അങ്ങനത്തെ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്ത് കഴിക്കുന്നു. അത് വേറെ കുഴപ്പമില്ല, അൽഹംദുലില്ലാ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. കസോളത്തെ മനുഷ്യന്മാരൊക്കെ അടിപൊളിയാണ്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും കസോൾ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും പറയണം. കാരണം ഇവിടെ ഭയങ്കര റേറ്റാണ്, എല്ലാത്തിനും കത്തി റേറ്റാണ്. നമ്മളവിടെ വാങ്ങുന്ന ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്തോറും റേറ്റ് കൂടും എല്ലാത്തിനും. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് വരിക. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഇത് വാങ്ങുക, ജാക്കറ്റ് ഉണ്ട് ഇനിയും ഇതൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങാൻ അവിടെ നിന്ന് ഏറ്റി വരണ്ട എന്നുള്ള. പൈസ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് എന്നെപ്പോലെ പൈസ ഇല്ലാതെ ട്രാവൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കുള്ളൊരു ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം അത്ര വലിയ ഫണ്ട് ഉണ്ടായില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് സാധനം വാങ്ങരുത്. ഭയങ്കര റേറ്റാണ്, കത്തി റേറ്റാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചാൽ ഉദാഹരണം, ഈ ഗ്യാസ് ഞാൻ സിലിണ്ടറിൽ വിൽക്കുന്ന ഈ ഗ്യാസിന് അവിടെ ഡൽഹിയിൽ നിന്ന് ഞാൻ വാങ്ങി. ഡൽഹിയിൽ നിന്ന് വാങ്ങിയേക്ക് അവിടെ 200 റുപ്യ പറഞ്ഞത്. പക്ഷേ ഇവിടെ എത്തിയേക്ക് ഇതിൻ്റെ റേറ്റ് 350, 400 ആ റേഞ്ചാണ് ഒരെണ്ണത്തിന്. ഡൽഹിയിൽ നിന്ന് 200 വാങ്ങിയ സാധനം എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല ഒരു കാരണവശാലും. കാരണം ഞാൻ അവിടുന്ന് മെട്രോ കയറിയായിരുന്നു. മെട്രോ കയറിയേക്ക് അവിടെ എല്ലാവരും മെട്രോ കയറിയേക്ക് മറ്റേ ചെക്കിങ് ഉണ്ടാവുമല്ലോ, ചെക്കിങ് പാസ്, അത് കൂടെ ക്രോസ് ചെയ്തേക്ക് ഫുള്ള് PP അടിച്ചിട്ട് ഉള്ള സെക്യൂരിറ്റിമാരൊക്കെ എന്നെ വളഞ്ഞ്. അങ്ങനെ എനിക്കത് അവിടുന്ന് വരാൻ പറ്റിയില്ല. അവിടുന്ന് ആ സാധനം കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വാങ്ങേണ്ടി വന്നു. ഇവിടെ അയച്ചാൽ ഭയങ്കര റേറ്റ്, ഇത് അത്രയും പൈസ ഇല്ല. എന്നിട്ട് ഞാൻ അവിടുന്ന് നാളെ വാങ്ങിയായിരുന്നു ഞാൻ ഇത്. അപ്പോൾ എനിക്ക് ഇവിടെ എത്തിയേക്ക് 2 വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പരിചയപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അവന്മാരെ കാണിച്ചു തരാം.